നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന രാഷ്ട്രീയ വിവാദങ്ങളും ഇപ്പോൾ കേരളത്തിൽ ചൂടേറിയ ചർച്ചാ വിഷയമാണ്. പ്രത്യേകിച്ച് മുൻ MLA PV അൻവറിനെ മുൻനിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിൽ ഒരു ഒത്തുകളി നടന്നിട്ടുണ്ടോ എന്ന ആരോപണം ശക്തമായി ഉയർന്നു വന്നിരിക്കുന്നു. എന്താണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ? നമുക്ക് വിശദമായി പരിശോധിക്കാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ PV അൻവർ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇടതുപക്ഷ സ്വതന്ത്രനായിരുന്ന അൻവർ അടുത്തിടെ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനറായി നിയമിതനാവുകയും നിലമ്പൂരിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിനുള്ള നാമനിർദ്ദേശ പത്രികയിൽ സാങ്കേതികപരമായ പ്രശ്നങ്ങളുണ്ടായി. പിന്നീട് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് PV അൻവർ VD സതീശനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. താൻ പിണറായി സത്തിനെതിരെ പോരാടാൻ തയ്യാറായിരുന്നുവെന്നും എന്നാൽ VD സതീശൻ തന്നെ ഒതുക്കാൻ ശ്രമിക്കുകയാണെന്നും അൻവർ തുറന്നടിച്ചു. സതീശൻ പിണറായി വിജയനുമായി ചേർന്ന് ഒരു നെക്സസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഈ ഉപതെരഞ്ഞെടുപ്പ് തന്നെ കോർണർ ചെയ്യാനുള്ള സതീശന്റെ നീക്കമാണെന്നും അൻവർ ആരോപിച്ചു. 2021 തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഗവൺമെന്റ് രണ്ടാം വട്ടവും അധികാരത്തിൽ വരിക. എങ്ങനെ അധികാരത്തിൽ വന്നത്? ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ മുഴുവൻ RSSന്റെയും BJPയുടെയും ഭയത്തിൽ അവർക്ക് പിന്തുണ നൽകി. നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. ആ സംരക്ഷണ ബോധ്യത്തിലാണ് അന്ന് വീണ്ടും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. ന്യൂനപക്ഷങ്ങളും കേരളത്തിലെ മതേതരവാദികളും ഒന്നും ആലോചിക്കാതെ അന്ന് പിണറായിക്ക് പിന്തുണ നൽകി. അങ്ങനെയാണ് അവർ അധികാരത്തിൽ വന്നത്. അന്ന് നൽകിയിരുന്ന വാക്കുകളൊന്നും പാലിക്കപ്പെട്ടില്ല. CRCയും NRCയുമായി ബന്ധപ്പെട്ടിട്ട് എടുത്ത കേസുകൾ പിൻവലിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. അതാണ് രണ്ടാമത്തെ വഞ്ചനയുടെ കഥ. പിന്നെ ക്രൈസ്തവ സമുദായത്തിനോട് മുനമ്പം വിഷയം ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു. ആരാ മുനമ്പം വിഷയം ഉണ്ടാക്കിക്കൊണ്ടുവന്നത്? ആ സമുദായത്തെ ആകെ വഞ്ചിച്ചാണല്ലേ ഇപ്പോഴും മുഖ്യമന്ത്രി ഇരിക്കുന്നത്. വഞ്ചന നടത്തിയത് ക്രൈസ്തവ സമുദായത്തോടും മുനമ്പത്തെ മനുഷ്യരോടും അല്ലേ? എത്രയോ കാലങ്ങളായി പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ വീട് വെച്ച് ജീവിക്കുകയാണ്. ആ ഭൂമി ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ എല്ലാ നേതാക്കന്മാരും, മുസ്ലിം ലീഗ് അടക്കം, ആവർത്തിച്ച് ഗവൺമെന്റിനോടും സാമുദായിക നേതാക്കളോടും ഞങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങളോടൊപ്പമാണ്. ഇല്ലാത്തതൊന്നും ദൈവം സ്വീകരിക്കുകയില്ല. നമ്മൾ കള്ളുകച്ചവടം നടത്തിയും കഞ്ചാവ് വിറ്റും ഈ പറയുന്ന ആളുകളെ പറ്റിച്ചുമുള്ള പണം ദൈവത്തിന്റെ പേരിൽ നൽകിയാൽ ദൈവം സ്വീകരിക്കൂല. നിലമ്പൂരിലെ സ്ഥാനാർത്ഥി അപ്പൊ ആ സമുദായത്തെ വഞ്ചിച്ചവരാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 25 ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന പറഞ്ഞിരുന്നത്. PSC മെമ്പർമാരുടെ അവരുടെ ശമ്പളവും അവരുടെ പെൻഷനും ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചു. ഒരാൾക്ക് തൊഴിലില്ല. നിയമന നിരോധനം. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും 2001 ഈ ഗവൺമെന്റിന് വേണ്ടിയിട്ട് രാപ്പകൽ അധ്വാനിച്ച് അധികാരത്തിലെത്തിച്ച ആ സമൂഹത്തെ, ആ ഉദ്യോഗാർത്ഥികളെ മുഴുവൻ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയ മുഖ്യമന്ത്രി. നൂറുകണക്കിന് ആളുകളാണ് കർഷകര് ഇവിടെ ജപ്തിയിൽ മരിച്ചു വീഴുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി നിലമ്പൂരിലെ ഏറ്റവും വലിയ ബാങ്കിന്റെ സഹകരണ സംഘ ബാങ്കിന്റെ അർബൻ ബാങ്കിന്റെ ചെയർമാനാണ്. അദ്ദേഹത്തിന് വലിയ കാറും സൗകര്യങ്ങളും വലിയ സൗകര്യങ്ങളോ അതിന്റെ അകത്തും ഒക്കെ ഉണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജപ്തി നടന്നത് നിലമ്പൂരിൽ. അറിയോ നിങ്ങൾക്ക്? എത്ര എണ്ണം? മുഖ്യമന്ത്രി പറഞ്ഞ ആ വാക്ക് ജപ്തി ചെയ്യില്ല എന്ന് പറഞ്ഞത്. ലക്ഷക്കണക്കിന് വരുന്ന കർഷകരോട് നടത്തിയ കൊടും വഞ്ചനയാണ്. ആ വഞ്ചനയ്ക്ക് കേരളത്തിലെ ജനം ഒന്നടങ്കം ഈ വഞ്ചകനായ ഈ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും തിരിച്ചടിക്കാനുള്ള ഏറ്റവും സൗകര്യപ്രദമായ, അവർക്ക് പ്രതിഷേധിക്കാനുള്ള ഒരു ഘട്ടമായി ഇതിനെ അവർ ഉപയോഗിക്കും. അതുപോലെ മുതിർന്ന UDF നേതാക്കളെ പോലും സതീശൻ അവഗണിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രത്യേകിച്ചും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളെ സതീശൻ പരിഗണിക്കുന്നില്ല എന്ന് അൻവർ വാദിക്കുന്നുണ്ട്. ഇത് UDFന്, പ്രത്യേകിച്ചും മുസ്ലിം ലീഗിന് നിലമ്പൂരിൽ തിരിച്ചടിയാകുമെന്നും അത് തനിക്ക് അനുകൂലമാകുമെന്നുമാണ് അൻവറിന്റെ കണക്കൂട്ടൽ. അൻവറിന്റെ ആരോപണങ്ങൾക്ക് പല മാനങ്ങളുണ്ട്. തന്നെ UDFൽ പ്രവേശിപ്പിക്കാതിരിക്കാനും നിലമ്പൂരിലെ തന്റെ സ്വാധീനം ഇല്ലാതാക്കാനും
VD സതീശൻ ശ്രമിക്കുന്നു എന്നാണ് അൻവറിന്റെ പ്രധാന ആക്ഷേപം. ഇതിനായി സതീശൻ പിണറായി വിജയനുമായി ഒരു ധാരണയിലെത്തിയെന്നാണ് അൻവർ പറയുന്നത്. അൻവർ തന്റെ പ്രസ്താവനകളിൽ പലപ്പോഴും പിണറായിസം എന്ന വാക്ക് ഉപയോഗിച്ചു. താൻ അതിനെതിരെ പോരാടാൻ തയ്യാറാണെന്ന് പറഞ്ഞു. എന്നാൽ ഈ പോരാട്ടത്തിന് UDF-ൽ നിന്ന് പിന്തുണ ലഭിക്കുന്നില്ലെന്നും പകരം തന്നെ ഒതുക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം UDF-ൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ സതീശന്റെ നിലപാടിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. UDF നേതൃത്വം അൻവർ വിഷയത്തിൽ സതീശൻ കാര്യക്ഷമമായി ഇടപെട്ടിട്ടില്ലെന്ന് ലീഗ് ആരോപിക്കുന്നു. അടുത്തിടെ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി മലപ്പുറത്തെ കള്ളപ്പണത്തെക്കുറിച്ച് നടത്തിയ പരാമർശവും അൻവർ വിമർശിച്ചു. ഇത് BJP-യുമായിട്ടുള്ള രഹസ്യ ധാരണയുടെ ഭാഗമാണെന്ന് അൻവർ ആരോപിക്കുന്നുണ്ട്. VS അച്യുതാനന്ദനെ വഞ്ചിച്ചാണ് പിണറായി അധികാരത്തിലെത്തിയതെന്നും അൻവർ ആരോപിച്ചു. VD സതീശൻ ഈ ആരോപണങ്ങളെ ശക്തമായി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അൻവർ UDF-ന് ഒരു അടഞ്ഞ അധ്യായമാണെന്നും അദ്ദേഹത്തെ സഖ്യത്തിൽ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും സതീശൻ വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയത് വിവാദമായപ്പോൾ രാഹുലിന്റെ നടപടി തെറ്റാണെന്ന് സതീശൻ തുറന്നു പറഞ്ഞു. അൻവറുമായി തനിക്കൊരു ഒത്തുതീർപ്പുമില്ലെന്നും UDF-ന്റെ അന്തസ്സ് ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്നും സതീശൻ നിലപാടെടുത്തു. PV അൻവറിന്റെ ഈ ആരോപണങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. UDF-നകത്തെ ഭിന്നതകളും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ അതൃപ്തിയും ഈ വിഷയത്തിൽ ശ്രദ്ധേയമാണ്. അൻവർ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ UDF-ന്റെയും LDF-ന്റെയും വോട്ടുകളിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്നത് കണ്ടറിയണം. പിണറായി വിജയനും VD സതീശനും തമ്മിൽ നിരന്തരമായ രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അൻവറിന്റെ ഈ ആരോപണം ഒരു പുതിയ രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ ഡീല് ആരോപണങ്ങളിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കും. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിൽ മത്സരിക്കാനിരുന്ന PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് പുറത്തിറക്കിയ 1000 ഫ്ലെക്സ് ബോർഡുകളിൽ നിന്നും തൃണമൂൽ എന്ന പേര് കറുത്ത സ്പ്രേ കൊണ്ട് മായ്ച്ചു കളഞ്ഞ് ഉപയോഗിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയതും ഇതിനോടൊപ്പം ചർച്ചയാവുന്ന മറ്റൊരു വിഷയമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേവലം ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പ് എന്നതിലുപരി കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു സംവാദ വിഷയമായി മാറിയിരിക്കുകയാണ്. PV അൻവർ ഉന്നയിച്ച ഡീൽ ആരോപണങ്ങൾ ഈ ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയിരിക്കുന്നു. വോട്ടർമാർ ആരുടെ വാദം മുഖവിലക്കെടുക്കുമെന്നത് ഇനി കാത്തിരുന്ന് കാണാം.